ടൈഗർ ബാം കൊണ്ടുവന്നവരാണെന്നാണ് മാജിനോട് പറഞ്ഞിട്ട്. ഇങ്ങനെ പണിയെടുക്കണമെങ്കിൽ ഒരു പശുമുട്ടായും കൂടി കൊണ്ടുനോക്കാം. കൊണ്ടാക്കാൻ എത്ര ആൾക്കാർ ഇനി വരുമ്പോ ഞാൻ ബസ് വിളിക്കേണ്ടി വരുന്നോ ഡൗട്ട്. എന്റെ ഒരു ഫോട്ടോ നീ എന്റെ അടുത്ത് കൊടുത്തു കാണാൻ മുതിയാകുമ്പോ അത് നോക്കിയാണ്ട് സങ്കടം മാറ്റട്ടെ. ഓനക്ക് സങ്കടം ഇല്ലാതെക്കോ ഞാൻ ദുബായി പോയ ഓന്റെ തടി കുറയും. നമ്മൾ കുറച്ച് നേരത്തെ തീർന്നുട്ടാ. യുദ്ധത്തിന്റെ ഒരു സീൻ ഉണ്ടായതുകൊണ്ട് യാത്രക്കാരെ കുറച്ച് നേരത്തെ തുറന്നു പറഞ്ഞു. പക്ഷേ അവിടെ എത്തിയപ്പോ അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. കൗണ്ടർ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. വിസിറ്റിംഗിന് പോണോലെ 5000 ദിർഹംസ് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ അക്കൗണ്ടിലുള്ള പൈസ കാണിച്ചു കൊടുക്കണം. ഇനി അതും ഇല്ലെങ്കിൽ നിങ്ങൾ ആരെടുത്ത പോണ് അയാൾ എമിറേറ്റ്സ് ഐഡി അവിടുത്തെ റെന്റൽ അഗ്രിമെന്റും കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറി പോരാൻ പറ്റുള്ളൂ. അല്ല എന്റെ ടിക്കറ്റിന്റെ കാ ഭാഗം ചെയ്യുന്നു കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറി പോകണേ. പോകുമ്പോ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ എയറോസ്റ്റേഴ്സ് നമ്മൾ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന നമ്മൾ കരുതി ഇവിടെ അവർ വേറെ പണി എടുക്കാം. പിന്നെ ഒറ്റയ്ക്ക് എന്റെ സീറ്റ് കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. വിൻഡോ സീറ്റ് മൂപ്പർക്കാണ് കിട്ടിയേ. വിൻഡോ സീറ്റ് ഇട്ടാതുകൊണ്ട് പൈലറ്റും ക്യാബിൽ ചെന്നുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റി വെച്ചു. അപ്പൊ പൈലറ്റ് പറയാം ഇന്ന് ആൾക്കാർ കുറവാണ്, അപ്പുറത്ത് ബാക്കിലാണ് പോയാൽ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടുന്നത്. പറഞ്ഞ പോലെ ബാക്കിലാണ് പോയിരുന്നത്. ഈ എയർ ഇന്ത്യക്കാർക്ക് എന്താ കുറച്ച് ക്ലിയർ ഉള്ള ക്ലാസ് ഇട്ടൂടെ പുറത്തേക്ക് കാണില്ല. നല്ല ഭായിമാരെ ഇന്ത്യക്ക് എനിക്ക് പരിചയം ഉണ്ടായതുകൊണ്ട് എപ്പോ ഫ്ലൈറ്റ് എടുക്കുന്നുള്ളത് ഞാൻ കേട്ടെന്ന് മനസ്സിലാക്കി. യു എക്ക് കൊണ്ട് പെട്ടെന്ന് ഉണ്ടായതാണ്. പെട്ടെന്നുള്ള പോക്കിന് പെട്ടെന്ന് വിസിറ്റ് ടിക്കറ്റ് ഒക്കെ വേണമല്ലോ. കുറഞ്ഞ ഫെയറിൽ പെട്ടെന്ന് എല്ലാം റെഡിയാക്കി തന്നെയാണ് ഇൻഫോ ട്രാവൽസ്. വിസിറ്റിംഗ് വിസ എടുത്തപ്പോതിനെ ഹോട്ടൽ ബുക്കിംഗ്, ട്രാവൽ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, ഡെമി ടിക്കറ്റ് എല്ലാം ഒരു പാക്കേജ് ഒക്കെയാണ് ഇൻഫോ ട്രാവൽസ് സെറ്റ് ആക്കി കയ്യിലാണ് തന്നു. ഹജ്ജ് ഉംറ ബുക്കിംഗ് ഒക്കെ അവർ എടുക്കുന്നുണ്ട്. പിന്നെ പാസ്പോർട്ട് സർവീസും ഉണ്ട്. കുറഞ്ഞ ഫെയറിൽ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഇൻഫോ ട്രാവലിന്റെ അടുത്ത് ടിക്കറ്റും വിസ എടുത്ത് കിട്ടുക. നിങ്ങൾക്ക് ഇത് എവിടെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കോട്ടക്കൽ ചെൻകൽ മദീന കൂൾബാറിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻഫോ ട്രാവൽസ് ഉണ്ട്. എന്തായാലും ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യാനായി. ഷാർജ എയർപോർട്ടിലായിട്ട് നമ്മൾ എത്തിയേ. ഇറങ്ങാൻ നേരത്തെ താങ്ക് യു ബൈ ബൈ എന്ന് ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷെ നമ്മളവിടെ സേഫ് ആയിട്ട് എത്തിച്ച പൈലറ്റിന് ടാറ്റ എടുത്തിട്ട് ഞാൻ പോകുന്നത്. ലഗേജ് ഒക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ കൈ കിട്ടി. ഷാർജയിൽ നേരെ നമ്മൾ അബുദാബിക്കാണ് ബസ്സാണ് കയറി. ഡ്രൈവർ ഞങ്ങൾക്ക് രണ്ടാക്കും ബാലൻസിലാണ്ട്. ബാലൻസ് 10 ദിർഹംസ് തന്നുകാണ്ട് 2 ദിർഹംസിന് ചായ ഇയാൾക്ക് മേടിച്ചു കൊടുത്താളാന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവർ പറഞ്ഞ പോലെ മൂപ്പര ബാലൻസിന് നമ്മളൊരു ചായ മേടിച്ചു കൊടുത്തു. ചായ കുടിച്ചപ്പോഴല്ലേ മനസ്സിലായത് എന്താ ടേസ്റ്റ്. ചായ കുടിച്ച് കഴിഞ്ഞതും അമ്മനെ നമ്മൾ പിക്ക് ചെയ്യാണ്ടെത്തി. ഒരു യാത്ര കഴിഞ്ഞ വന്നതല്ല 3 ഹഗ്ഗാണ് കൊടുത്തു. ഇനി നമുക്ക് അമ്മമാരെ കുറച്ച് അതോലേക്ക് വീഡിയോകളായിട്ട് വരാം. അപ്പൊ പിന്നെ അതോലേക്ക് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാ.